GST പരിഷ്കരണം വരുമ്പോൾ സംസ്ഥാന സർക്കാരുകളുടെ വരുമാനം കുറയുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്നും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള വലിയ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനങ്ങൾ പോകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ആഡംബര വസ്തുക്കൾക്ക് നികുതി കൂട്ടുകയും അവശ്യ വസ്തുക്കൾക്ക് നികുതി കുറയ്ക്കുകയുമാണ് ചെയ്യേണ്ടതെന്നും KN ബാലഗോപാൽ പറഞ്ഞു. എന്താവും നാട്ടിലെ സ്ഥിതി എന്നുള്ളത് അത്രയും ഗൗരവമുള്ള കാര്യമാണ്. ആ ഗൗരവം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണം. GST കൗൺസിൽ വരാൻ പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ഒന്നുകൂടെ പറയണമല്ലോ. അവിടെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിനൊപ്പമാണ് പുതിയ GST സമ്പ്രദായത്തിൽ വരുന്ന ലോട്ടറിയുടെ നികുതി. ലോട്ടറി നികുതി നിലവിൽ 28%. 100 രൂപയ്ക്ക് ലോട്ടറി മേടിച്ചാൽ 28% ടാക്സാണ്. ആ 28% പറയുമ്പോൾ 40 ആക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ പ്രശ്നം, നമുക്ക് ടാക്സിന്റെ വരുമാനം കേരളത്തിനും തുല്യമായി കിട്ടും. അല്ലാതുള്ള വലിയ ലാഭം എന്ന നിലയിൽ എടുക്കാനല്ല ലോട്ടറി കാണുന്നത്. ലോട്ടറി ചെറിയൊരു 3% താഴെയുള്ള മാർജിനേ ഉള്ളൂ. പക്ഷെ 1.5 ലക്ഷം 2 ലക്ഷം പേര് നേരിട്ടും പരോക്ഷമായും ജീവിക്കുന്ന ഒരു വലിയ മേഖലയാണ്. എവിടെ നോക്കിയാലും ലോട്ടറി കച്ചവടം നടത്തുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാം. ഇതിന്റെ ടാക്സ് 40% ആക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അതിനകത്തെ വരുമാനം വല്ലാതെ ബാധിക്കും. അത് നമ്മൾ ഈ ലോട്ടറി മേഖലയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നതാണ്. കേരളത്തിൽ നല്ല ആശങ്കയുള്ളതാണ്. ഞങ്ങൾ ആ പ്രശ്നം അവിടെ ഉന്നയിച്ചിട്ടുണ്ട്. ലോട്ടറിയുടെ കാര്യത്തിനകത്ത് ടാക്സ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേക പരിഗണന തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഇതുവരെ നമ്മൾ നേരിട്ടതിനേക്കാളും നമ്മുടെ പബ്ലിക് ഫൈനാൻസിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന തരത്തിലേക്ക്, ഇന്ത്യയുടെ രൂപീകരണത്തിന് ശേഷം പബ്ലിക് ഫൈനാൻസിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ വരുമോ എന്നുള്ള ആശങ്കയുണ്ട്. ആ ആശങ്കയുടെ കൂടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ ഈ ടാക്സിന്റെ കാര്യത്തിൽ നാളെ തൊട്ടോ ഒക്കെയാണ് അമേരിക്കയുടെ ടാക്സ് 50% ചുങ്കാവുന്നതെന്നുള്ളത് ഉണ്ട്. വ്യാപാര ചുങ്കത്തിന്റെ ഒരു പ്രശ്നം വലിയതായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ വാസ്തവത്തിൽ